മോദിയും പുടിനും തമ്മിലുള്ള സൗഹൃദം ട്രംപിനെ ഭയപ്പെടുത്തുന്നുണ്ടോ? ലോക നേതാക്കന്മാരായ ഇവരിൽ സത്യത്തിൽ ഏറ്റവും ശക്തൻ ആരാണ്? ലോകമൊട്ടുക്കെ വിലയിരുത്തുമ്പോൾ ലോകത്തെ ഞെട്ടിക്കുന്ന ആ സാരഥി ആരാണ്? എന്തായാലും ഒന്ന് പറയാതെ വയ്യ. അതായത് ലോക രാഷ്ട്രീയത്തെ ഇന്ന് വിലയിരുത്തിയാൽ എല്ലാ വൻ ശക്തികളും ഇന്ന് വലതുപക്ഷക്കാരാണ്. ഇന്ത്യയുടെ മോദി ആണെങ്കിലും അമേരിക്കയുടെ ട്രംപ് ആയാലും ഇസ്രയേലിന്റെ നെതന്യാഹു ആയാലും ഒക്കെ അതങ്ങനെ തന്നെയാണ്. പക്ഷേ അപ്പോഴും ചൈനയും ഉത്തര കൊറിയയും കമ്മ്യൂണിസ്റ്റ് ശക്തികളായി ഞെട്ടിക്കുന്നുമുണ്ട്. അത് പറയാതെ വയ്യ. പക്ഷേ ഏകാധിപത്യ ഭരണം കൊണ്ടാണെന്ന് മാത്രം. എന്തായാലും ഇന്ന് നമ്മൾ വിലയിരുത്തുന്നത് ലോകശക്തികളായി നിലയുറപ്പിക്കുന്ന നേതാക്കന്മാരെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വർഷം അത് ജൂതരാഷ്ട്രത്തിന്റെ സാരഥി നെതന്യാഹുവിൻ്റേത് തന്നെയായിരുന്നു. ദേശീയ മാധ്യമങ്ങൾ പോലും വിലയിരുത്തിയത് അത്തരത്തിലാണ്. നാലുപാടും ശത്രുക്കൾ, സ്വന്തം പാർട്ടിയിൽ പോലും പ്രതിസന്ധി, ഇതിനെല്ലാം പുറമെ അഴിമതി ആരോപണങ്ങളുമായി പ്രതിപക്ഷം ഒരു ഭാഗത്ത്. ഇതിനിടയിലും സമചിത്തതയോടെ ഇസ്രയേലിന് നയിക്കുകയും അതിന്റെ ശത്രുക്കളെ ഒന്നൊന്നായി കാലപുരിക്കെത്തിക്കാൻ നേതൃത്വം നൽകുകയും ചെയ്ത ബെഞ്ചമിൻ നെതന്യാഹു എന്നത് ലോകൈക ശക്തനായ നേതാവ് തന്നെയാണ്. അത് പറയാതെ വയ്യ. അതുപോലെ തന്നെയാണ് പുടിന്റെ കാര്യം വന്നാലും. ലോകത്ത് ഇന്ന് ലക്ഷണമൊത്ത ഒരു ഏകാധിപതി ഉണ്ടെങ്കിൽ അത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ മനുഷ്യനായിട്ടാണ് ഇദ്ദേഹത്തെ ന്യൂയോർക്ക് ടൈംസ് വിശേഷിപ്പിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ പാർലമെന്റിനെ നോക്കുകുത്തിയാക്കി ആജീവനാന്ത പ്രസിഡന്റായി അയാൾ മാറിക്കഴിഞ്ഞു. പുടിനെ എതിർക്കുന്നവർ എല്ലാം റഷ്യയിൽ കൊല്ലപ്പെടും. തനിക്ക് എത്ര കോടിയുടെ സ്വത്തുക്കൾ ഉണ്ടെന്ന് പോലും പുടിനെ തന്നെ അറിഞ്ഞുകൂടാ എന്നാണ് എല്ലാവരും പറയുന്നത്. ആരെയും കൊല്ലിക്കാൻ സ്വന്തമായി കൂലിപ്പട കൂടിയുണ്ട്. ഡൊണാൾഡ് ട്രംപിനെ പോലെ തികഞ്ഞ സ്ത്രീലമ്പടനായിട്ടാണ് പുടിനും അറിയപ്പെടുന്നതൊക്കെ. ഇതൊന്നും നമുക്ക് അറിവുള്ളതല്ല. ന്യൂയോർക്ക് ടൈംസ് പോലെയുള്ള മാധ്യമങ്ങൾ പറഞ്ഞു വെക്കുന്നതാണ്. ഈ ശതകോടീശ്വരനെ റഷ്യക്കകത്തും പുറത്തുമായി നിരവധി കാമുകിമാരുണ്ടത്രേ. ഇവരിൽ പലരും പുടിൻ കൊള്ളയടിച്ചുണ്ടാക്കിയ സ്വത്തിന്റെ ബിനാമികളുമാണ്. റഷ്യയുടെ ആണവ ജൈവ രാസായുധ സംരക്ഷണ സേനാ തലവൻ ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിരിലോവിനെ സ്കൂട്ടർ ബോംബ് സ്ഫോടനത്തിലൂടെ കൊലപ്പെടുത്തിയത് ദിവസങ്ങൾക്ക് മുമ്പാണ്. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ രാസായുധ പ്രയോഗവുമായി ബന്ധപ്പെട്ട് കിരിലോവിന് മേൽ ഉക്രൈൻ ക്രിമിനൽ അന്വേഷണം ആരംഭിച്ചതിന് പിറ്റേന്നാണ് സംഭവം നടന്നത്. ഉക്രൈൻ റഷ്യയിൽ വെച്ച് വധിക്കുന്ന ഏറ്റവും ഉന്നതനായ സൈനിക ഉദ്യോഗസ്ഥനാണ് കിരിലോവ്. ഈ വധം ഉക്രൈന് നേരെ കടുത്ത പ്രയോഗത്തിന് മുതിരാൻ പുടിനെ പ്രേരിപ്പിക്കുമോ എന്ന ആശങ്കയിലാണ് പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ റഷ്യ കടുത്ത ആക്രമണം നടത്തി മുന്നേറുകയാണ്. കീവിന്റെ പതനം ആസന്നമാണെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. തന്റെ സുഹൃത്തായ ട്രംപ് അധികാരത്തിൽ ഏറിയതോടെ പുടിന് കരുത്ത് വർദ്ധിക്കുമെന്ന് കരുതുന്നവരുമുണ്ട്. കഴിഞ്ഞ വർഷത്തെ താരമായി ടൈം മാഗസിൻ കവറാക്കിയ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ വീഴ്ച ആസന്നമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഹംഗറി, നെതർലാൻഡ്സ്, ഗ്രീസ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെയും പൊതുവെ വലത്തോട്ട് നീങ്ങുന്ന കാഴ്ചയുമാണ് ഇപ്പോൾ കണ്ടത്. കുടിയേറ്റ വിരുദ്ധതയും ഇസ്ലാം ഭീതിയും ഇവിടെ നന്നായി വിറ്റുപോകുന്നുണ്ട്. ഇടതുപക്ഷം അധികാരത്തിലെത്തിയ തിരഞ്ഞെടുപ്പിലാണ് ശ്രീലങ്കയിൽ കഴിഞ്ഞുപോയത്. അനുരകുമാര ദിസ്സനായികെ രാജ്യത്തിന്റെ പ്രസിഡന്റായി. ശ്രീലങ്കയിലെ ഇടത് പാർട്ടിയായ ജനതാ വിമുക്തി പെരുമുനയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ പീപ്പിൾസ് പവറിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ദിസ്സനായികെ. 225 അംഗ പാർലമെന്റിൽ 159 സീറ്റുകൾ നേടിയാണ് ഇടത് സഖ്യത്തിന്റെ ജയം. കൂടാതെ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ശ്രീലങ്കൻ തിരഞ്ഞെടുപ്പ് ഇത്രയും ശക്തമായ മത്സരത്തെ അഭിമുഖീകരിച്ചത്. നേപ്പാളിന് ശേഷം ഇടതുപക്ഷം അധികാരത്തിലെത്തുന്ന ഇന്ത്യയുടെ അയൽരാജ്യം കൂടിയാണത്. എങ്കിലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ലോകത്തെ രണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ചേർന്ന് ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. അതായത് ചൈനയും ഉത്തര കൊറിയയും. ഷീ ജിൻപിങ് എന്ന ഏകാധിപതി ചൈനയുടെ പ്രസിഡന്റ് അല്ല, CEO ആണെന്നാണ് പൊതുവെ പറയാറുള്ളത്. റെഡ് ക്യാപിറ്റലിസത്തിലൂടെ ചൈന വൻ ശക്തിയാകുന്നത് പോയ വർഷം നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് കണ്ടത്. എന്നാൽ പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കിയാണ് ഉത്തര കൊറിയ അതിലെ ഏകാധിപതിയായ കിം ജോങ് ഉന്നും ശ്രദ്ധ പിടിച്ചു പറ്റുന്നതും. അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് എന്നാൽ ഫലത്തിൽ ലോകത്തിന്റെ ക്യാപ്റ്റനാണ് എന്നൊരു പേരുണ്ട്. സ്ത്രീലമ്പടൻ, നികുതി വെട്ടിപ്പുകാരൻ, പരിസ്ഥിതി വിരുദ്ധൻ, കുടിയേറ്റ വിരുദ്ധൻ, മുസ്ലിം വിരുദ്ധൻ തുടങ്ങിയ 100,000 ചാപ്പകൾ ഉണ്ടായിട്ടും തലയ്ക്ക് മുകളിൽ നിരവധി കേസുകൾ ഉണ്ടായിട്ടും പുഷ്പം പോലെ അമേരിക്കയിൽ ജയിച്ചു കയറിയ ട്രംപ് ശരിക്കും ഒരു വിസ്മയം തന്നെയായിരുന്നു. 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ചർച്ചയായ വിഷയങ്ങളിലൊന്നാണ് കുടിയേറ്റം എന്നത്. സാമ്പത്തിക നയവും ദേശീയ സുരക്ഷയും എല്ലാം ഇവിടെ വിറ്റുപോയി. ഇവിടെയാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന കാർഡ് ഉയർത്തി ട്രംപ് ഗോളടിച്ചു കളഞ്ഞത്. കടുത്ത മത്സരം തന്നെയായിരുന്നു ഇത്തവണയും നടന്നത്. പ്രചാരണ ചൂട് പിടിച്ചു നിൽക്കുമ്പോഴാണ് പെൻസിൽവേനിയയിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുന്നതിനിടെ ഡൊണാൾഡ് ട്രംപിന് വെടിയേൽക്കുന്നത്. അദ്ദേഹത്തിന്റെ വലത് ചെവിക്കാണ് വെടിയേറ്റത്. ഇതൊരു ആസൂത്രിത നാടകമാണെന്നും വാർത്തകളൊക്കെ ഉണ്ടായി. പക്ഷേ ട്രംപിനെ അതൊന്നും ബാധിച്ചില്ല എന്ന് മാത്രമല്ല, എന്തായാലും ട്രംപിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത്. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ പുടിൻ മോദി ബന്ധത്തിൽ ട്രംപിന് ആശങ്കകൾ ഉണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തരാം.
ഇന്ത്യയുടെ ദീർഘകാലത്തെ പങ്കാളിയും ഉറ്റ സുഹൃത്ത് രാജ്യവുമാണ് റഷ്യ എന്നത്. 2000 ഒക്ടോബറിൽ പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ഉഭയകക്ഷി കരാറിൽ ഒപ്പുവെച്ചതോടെ മികച്ച സഹകരണത്തോടെയാണ് ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയം, സുരക്ഷ, പ്രതിരോധം, വ്യാപാരം, സമ്പദ്വ്യവസ്ഥ, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സംസ്കാരം തുടങ്ങി എല്ലാ മേഖലകളിലും പരസ്പര സഹകരണം എന്ന ആശയമാണ് ഇരു രാഷ്ട്രങ്ങളും കൈക്കൊണ്ടിരുന്നത്. അതേസമയം അമേരിക്കയുമായി ഇന്ത്യ നല്ല രീതിയിൽ ബന്ധം പുലർത്തുന്നതൊക്കെ ഉണ്ടെങ്കിലും അത് റഷ്യയോടുള്ള ആത്മബന്ധത്തിന് അത്രയൊന്നും വരില്ല. എന്നാൽ 2016 അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ട്രംപ് വന്നതോടെ ഈ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹത്തിന് കൂടുതൽ മെച്ചപ്പെട്ട ബന്ധം വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വികസിച്ചത് ട്രംപിന്റെ ആദ്യ കാലയളവിലായിരുന്നു. ട്രംപിന്റെയും മോദിയുടെയും കീഴിൽ ഇന്ത്യക്കും അമേരിക്കയ്ക്കും നിരവധി വിഷയങ്ങളിൽ പൊതുവായ നിലപാടുകൾ ഉണ്ടായിരുന്നു. ഈ കാര്യം ഏറെ ശ്രദ്ധയാകർഷിച്ചതാണ്. ആഗോള ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് ശക്തമായ പിന്തുണ നൽകിയത് ട്രംപ് ഭരണകൂടമായിരുന്നു. ട്രംപിന്റെ കാലഘട്ടത്തിന് മുമ്പ് അമേരിക്കയുടെ വിധേയത്വ രാജ്യമായിരുന്നു പാകിസ്ഥാൻ. അവർ സാമ്പത്തികമായി കൈയയച്ച് സഹായിച്ച് പാകിസ്ഥാനിലെ ഭീകരവാദത്തെ ഊട്ടിയുറപ്പിച്ചു എന്ന് തന്നെ പറയുന്നതാകും കൂടുതൽ ശരി. എന്നാൽ 2016 ട്രംപിന്റെ വരവോടെ ആ സ്ഥിതിഗതികളൊക്കെ മാറി മറിഞ്ഞു. ഇന്ത്യയുടെ ശത്രുവും ഭീകര രാഷ്ട്രവുമായ പാകിസ്ഥാനെ നിലയ്ക്ക് നിർത്താൻ ട്രംപ് ഭരണകൂടം ഇന്ത്യക്ക് ശക്തമായ പിന്തുണ നൽകി. മാത്രവുമല്ല, പാകിസ്ഥാന് നൽകി വന്നിരുന്ന സഹായത്തിന്റെ നല്ലൊരു ശതമാനം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ രണ്ടാം ടേമിലും പാകിസ്ഥാനെ പോലുള്ള എതിരാളികളെ നിയന്ത്രിക്കുന്നതിൽ ഇന്ത്യക്ക് ശക്തമായ പിന്തുണയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കൂടാതെ മിഡിൽ ഈസ്റ്റിലും ഉക്രൈനിലും സമാധാനം കൊണ്ടുവരുമെന്ന ട്രംപിന്റെ പ്രതിജ്ഞയും പ്രധാനമന്ത്രി മോദിയുടെ ഇത് യുദ്ധകാലമല്ല എന്ന നിലപാടുമായി യോജിക്കുകയാണ്. എന്നാൽ അടുത്ത മാസം ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നത് ആഗോള വ്യാപകമായി പ്രകടമായ ഉത്കണ്ഠ സൃഷ്ടിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ട്രംപിന്റെ ആദ്യഘട്ടത്തിൽ ഭീഷണികളും താരിഫുകളും വ്യാപാര യുദ്ധങ്ങളും ലോക രാജ്യങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചു എന്നതാണ് സത്യം. ഭരണകൂടത്തിന്റെ കർശന നിലപാടുകൾ അമേരിക്കൻ സഖ്യകക്ഷികൾക്കിടയിൽ ആശങ്കയും അസ്വസ്ഥതയും സൃഷ്ടിച്ചു. സൈനിക തന്ത്രപരമായ പരിഗണനകളെക്കാൾ സാമ്പത്തികമായി മാത്രം ലോകത്തെ വീക്ഷിക്കുന്ന പ്രവണത ട്രംപിന്റെ മുൻ ഭരണകൂടത്തിനുണ്ടായിരുന്നു. അധികാര സന്തുലിതാവസ്ഥയേക്കാൾ വ്യാപാരത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്കായിരുന്നു ട്രംപ് മുൻഗണന നൽകിയത്. ഇത് അദ്ദേഹത്തിന്റെ ഭരണത്തിനകത്തും പുറത്തും തുടർച്ചയായി കലഹങ്ങൾക്ക് കാരണമായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പ്രസിഡന്റ് സ്ഥാനം പല ലോകരാജ്യങ്ങൾക്കും ആശങ്ക ഉളവാക്കുന്നതാണ്. വ്യാപാരവും താരിഫ് നികുതികളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളായിരിക്കും രണ്ടാം ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ നയത്തിന്റെ ഒരു പ്രധാന സവിശേഷത. ചൈനയ്ക്ക് 10%, മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും 25% തീരുവ ചുമത്തുമെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കും മുമ്പ് തന്നെ ട്രംപിന്റെ ഈ കടുത്ത തീരുമാനങ്ങൾ ലോകരാജ്യങ്ങൾക്കിടയിലും അമേരിക്കൻ സഖ്യരാജ്യങ്ങൾക്കിടയിലും അതൃപ്തി ഉളവാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഉക്രൈനെതിരെ നിലപാട് കടുപ്പിച്ചതും റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിൽ ഉക്രൈനിലുള്ള അമേരിക്കയുടെ സാമ്പത്തിക സഹായം വെട്ടിക്കുറയ്ക്കാൻ ഒരുങ്ങുന്നതുമെല്ലാം നാറ്റോ രാജ്യങ്ങൾക്കിടയിലും കടുത്ത അമർഷം സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തലുകളെല്ലാം തന്നെ. അമേരിക്കയുടെ ഏത് കാലത്തുമുള്ള ശത്രുരാജ്യത്തിന്റെ പട്ടികയിൽ 1ാം സ്ഥാനത്ത് ചൈനയാണ്. ആ ചൈനയുമായി ബന്ധം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നതിൽ അമേരിക്കയ്ക്കകത്ത് തന്നെ എതിർപ്പുകൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ട്രംപിന്റെ രണ്ടാം വരവ് നല്ല കാലത്തിന്റെ തുടക്കമെന്ന നിലയിലേക്കാണ് എത്തുന്നതൊക്കെ. മോദിയും ട്രംപും തമ്മിലുള്ള വ്യക്തിബന്ധം ഇന്ത്യയെ ഏറ്റവും നല്ല സുഹൃത്ത് രാജ്യം എന്ന നിലയിലേക്ക് കാണാൻ അമേരിക്കയെ പ്രേരിപ്പിക്കും എന്നതിന് സംശയങ്ങളൊന്നുമില്ല. എന്നാൽ റഷ്യയുമായുള്ള ബന്ധം വ്യത്യസ്തമായിരിക്കുമെന്ന് നയതന്ത്രജ്ഞർ മുമ്പേ തന്നെ വിലയിരുത്തി വെച്ചതാണ്. ചൈനയുമായുള്ള ബന്ധത്തിലെ റഷ്യൻ ഇടപെടൽ തീർച്ചയായും ഇന്ത്യയുടെ ഭരണത്തിലും പ്രതിഫലിപ്പിക്കുമെന്നും അനുമാനിക്കാം. ഇക്കാരണത്താൽ തന്നെ ഇന്ത്യൻ റഷ്യ ബന്ധം പ്രസക്തമായി നിലനിർത്തുന്നതിന് കാര്യമായ ശ്രമങ്ങൾ ആവശ്യമാണ്. അതേസമയം ട്രംപ് അധികാരത്തിലെത്തുന്നത് തന്റെ മുൻ പ്രസിഡൻസിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലാണ്. അമേരിക്കൻ പവർ എന്ന സങ്കല്പത്തിനാണ് ഇപ്പോൾ ആഗോള വ്യാപകമായി കോട്ടം തട്ടിയിരിക്കുന്നത്. അതായത് അമേരിക്കയ്ക്ക് ഇപ്പോൾ പഴയ പോലെ വലിയ വിലയൊന്നുമില്ല, അത് നമ്മൾ സമ്മതിച്ചേ തീരൂ. അമേരിക്കൻ പ്രതിരോധത്തിന്റെ തകർച്ചയും ഡോളറിന്റെ ആധിപത്യം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയും ഒപ്പം ചൈനയുടെ ഉയർത്തെഴുന്നേൽപ്പും എല്ലാം ഇപ്പോൾ അമേരിക്ക അഭിമുഖീകരിച്ചു വരികയാണ്. ഇതിനിടെ ഉക്രൈനോടുള്ള സമീപനവും ഇസ്രായേലിനുമുള്ള പിന്തുണയും കൂടിയായതോടെ അമേരിക്കയ്ക്കെതിരെ രാജ്യങ്ങൾ പരസ്യമായി രംഗത്ത് വരുന്ന കാഴ്ചകളും കണ്ടു തുടങ്ങി. ഈ ഒരു അവസ്ഥയിലാണ് ട്രംപ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത്. കൂടാതെ ട്രംപിന്റെ ആദ്യ പ്രസിഡന്റ് കാലത്ത് 2017 ദേശീയ സുരക്ഷാ തന്ത്രത്തിൽ റഷ്യയെയും ചൈനയെയും എതിരാളികളായിട്ടാണ് കണ്ടിരുന്നതെങ്കിലും പിന്നീട് തന്റെ നയത്തിൽ നിന്ന് ട്രംപ് വ്യതിചലിച്ച കാഴ്ചയും ലോകം കണ്ടതാണ്. ഇത്തരത്തിലുള്ള സമാനമായ നടപടികൾ ഇനിയും ട്രംപ് പിന്തുടരുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. റഷ്യയെയും ചൈനയെയും വെവ്വേറെ നേരിടാൻ ഒരുപക്ഷെ കഴിഞ്ഞാലും എന്നാൽ രണ്ട് രാജ്യങ്ങളെയും ഒരേ സമയം നേരിടാൻ കഴിയില്ല എന്നതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ധർമ്മസങ്കടം. കാരണം ഒന്നേയുള്ളൂ,
ഇന്ന് റഷ്യയും ചൈനയും ലോകത്തിലെ പ്രബല ശക്തികളായി മാറിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഇതിന് കാരണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കാരണങ്ങളാൽ മികച്ച അവസരമാണ് ഒരുങ്ങുന്നത്. ട്രംപും പുടിനും മോദിയുമായി കൈകോർത്താൽ ഇന്ത്യ റഷ്യ, ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾക്കിടയിൽ ഒരു മികച്ച പ്രവർത്തനം നടത്താനാകും എന്ന് ഇന്ത്യ വിശ്വസിക്കുന്നു. എന്നാൽ ബൈഡൻ ഭരണകൂടത്തിന് ഇന്ത്യയുമായി ഒരു നല്ല ബന്ധത്തിന് സാധിച്ചിരുന്നില്ല എന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. അതേസമയം റഷ്യയെ പോലെയുള്ള ദീർഘകാല സഖ്യകക്ഷികളുമായുള്ള ബന്ധം ഇന്ത്യക്ക് ഗുണകരമാണെന്നും ചില നയതന്ത്രജ്ഞർ വിലയിരുത്തുന്നുണ്ട്. വ്യക്തിഗത തലത്തിൽ ട്രംപ് ഇന്ത്യ റഷ്യൻ ബന്ധത്തിന് കൂടുതൽ അനുയോജ്യനാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇവരിൽ ആരാണ് ശക്തൻ എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. അതോടൊപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.